ഹലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്റർ നമ്പർ 1 അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 പോയി കാണണേ. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണെന്ന് പഠിച്ച് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയേ. എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഒരു ശ്രേണിയെ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് എപ്പോൾ നമുക്ക് വിളിക്കാം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ചു എന്തുവാ, അരിത്തമാറ്റിക് സീക്വൻസിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്തുവാ, അത് തന്നെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ നമ്പർ എത്ര കൊണ്ടാണോ കൂടി വരുന്നത് അല്ലെങ്കിൽ എത്ര കൊണ്ടാണോ കുറഞ്ഞു വരുന്നത്, ആ കുറഞ്ഞു വരുന്ന സംഖ്യ അല്ലെങ്കിൽ ആ കൂടി വരുന്ന സംഖ്യയാണ് എന്ത്, കോമൺ ഡിഫറൻസ്. പിന്നെ നമ്മൾ പഠിച്ചു ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേംസ് എത്ര വരെ പോകുമെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എത്ര വരെ പോവും, n ടേംസ് വരെ പോകും. എത്രാമത്തെ പദമാണ് അവസാനത്തെ പദം, നമ്മൾ പറയും nth ടേം ആണ് ലാസ്റ്റ് ടേം എന്ന് പറയും. പിന്നെ നമ്മൾ പറയും ഫസ്റ്റ് ടേമിനെ വിളിക്കുന്ന എങ്ങനെയാ a, സെക്കൻഡ് ടേമിനെ വിളിക്കുന്ന a2, തേർഡ് ടേമിനെ വിളിക്കുന്ന a3, ഫോർത്ത് ടേമിനെ വിളിക്കുന്ന a4, ഫിഫ്ത്ത് ടേമിനെ വിളിക്കുന്ന a5, 100ാമത്തെ പദത്തിനെ വിളിക്കുന്ന a100. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചു. നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്കും വെച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചത്. എല്ലാവർക്കും കിട്ടിയല്ലോ. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു സംഭവമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ പുതിയ സംഭവത്തിലോട്ട് കടക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാവാതായിപ്പോയല്ല. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. ജസ്റ്റ് ഞാനൊന്ന് ഒരു സീക്വൻസ് എഴുതുവാണ്. കാണാമല്ലേ, 5 7 9 11 13 15 ഇതാണ് ഞാൻ എഴുതുന്ന ആ ശ്രേണി. ഒന്ന് ശ്രദ്ധിച്ചേ, 5 7 9 11 13 15. അപ്പം നമുക്ക് പറയാം ഫസ്റ്റ് ടേം ഏതാ, ഫസ്റ്റ് ടേം 5 അല്ലേ. ഒന്നാമത്തെ ടേം എത്രയാ, 5. അപ്പോൾ നമുക്ക് എഴുതാം a is equal to 5. a is equal to 5. നമ്മൾ പറയുന്ന ഫസ്റ്റ് ടേമിനെ വിളിക്കുന്ന എങ്ങനെയാ, a എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം a is equal to 5 എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം എന്തുവാ, 7 അല്ലേ, a2 7. തേർഡ് ടേം ഏതാ, 9. ഫോർത്ത് ടേം ഏതാ, 11. ഫിഫ്ത്ത് ടേം ഏതാ, 13. സിക്സ്ത് ടേം ഏതാ, 15. ഇത്രയൊക്കെയാണല്ലേ. ഓക്കെ. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ അടുത്ത ഇത് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കിയേ, ഡിഫറൻസ് a2 മൈനസ് a1, ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് a2 മൈനസ് a1, 7 മൈനസ് 5 എത്ര, 2. ഇനി നോക്ക്, a3 മൈനസ് a2, 9 മൈനസ് 7 എത്ര, 2. അതേപോലെ a4 മൈനസ് a3, 11 മൈനസ് 9 2. a5 മൈനസ് a4, 13 മൈനസ് 11 എത്രയാ, 2. അപ്പം നമ്മൾ എല്ലാത്തിനെയും ചെക്ക് ചെയ്യേണ്ട, പക്ഷേ ആദ്യത്തെ 4 ചെക്ക് ചെയ്യണം. 4 ചെക്ക് ചെയ്തിട്ട് സെയിം ആണ് വന്നതെങ്കിൽ പിന്നെ ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പറയാം ഇതെന്താണ്, ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ. ഫസ്റ്റ് ടേം 5, ഡിഫറൻസ് എത്ര, 2, പൊതുവ്യത്യാസം 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട n എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്നാ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് എത്ര പദങ്ങളുണ്ട് അതാണ് n സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്ര പദങ്ങളുണ്ട്, 1 2 3 4 5 6 പദങ്ങളുണ്ട്. കണ്ട, 6 പദങ്ങൾ ഉണ്ട്. ഇത്രയൊക്കെയാണല്ലേ. നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് എഴുതിയിട്. ഇത്രയൊക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട്, ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്, നമ്പർ ഓഫ് ടേംസും ഉണ്ട്. എന്തൊക്കെയുണ്ട്, ഫസ്റ്റ് ടേം ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്, n ഉണ്ട് ആണേ. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കുക, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് nth ടേം എങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇക്വേഷനിലാണ് നിർത്തിയത്, ഓർമ്മയുണ്ടോ ഇക്വേഷൻ? എന്താ ഇക്വേഷൻ? nth ടേം ഇസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു
ഡി. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? nth ടേം an is equal to a എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു ഡി. ഓക്കെ ആണല്ലേ? ഇനി നോക്കൂ, nth ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. nth ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡെയിലി എ ഉണ്ടോ? ഉണ്ട്. എ എത്രയാ? 5 ഉണ്ടെങ്കിൽ അതങ്ങ് ഇട്ട് കൊടുത്തോണ്ട് വലിയ വിരോധമൊന്നും ഇല്ലല്ലേ. അപ്പോൾ എ നമുക്ക് 5 എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാം. ആണേ പ്ലസ് n എന്തോ നമ്മളെ കയ്യിൽ ഉണ്ട്. എത്രയാ? 6. അപ്പം നമുക്ക് എന്നിന് സ്ഥാനത്ത് ഇവിടെ ഇട്ട് കൊടുക്കാം 6. അപ്പം n-1 6 - 1 ഇൻറ്റു ഡി. ഡി ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഉണ്ട്. എത്രയാ ഡി? 2. മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കി, 5 പ്ലസ് 6 - 1 എത്രയാ? 5 ഇൻറ്റു 2. അതായത് നമുക്ക് എഴുതാം 5 പ്ലസ് 5 2s are 10. 10 പ്ലസ് 5 എത്ര? 15. ഞാൻ പറഞ്ഞു nth ടേം എന്ന് പറയുന്നത് എല്ലാ സമയത്തും അല്ല എങ്കിലും മിക്ക സമയങ്ങളിലും nth ടേം എന്ന് പറയുന്നത് എന്നാം പദം, ഏറ്റവും അവസാനത്തെ പദം ആയിരിക്കും. നോക്കിയേ, ഈ ശ്രേണിയിൽ നമ്മൾ nth ടേം കണ്ടുപിടിക്കാൻ a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ കിട്ടിയ ആൻസർ എത്രയാ? 15. 15 അല്ലേ നമ്മൾ ഈ ശ്രേണിയിലെ എന്നാം പദം? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായ? അപ്പം എന്നാം പദം എത്ര കിട്ടി? 15 കിട്ടിയില്ലേ? അപ്പം നമ്മൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? അപ്പം ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പോൾ ഒരു ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടോ അതാണ് n. അവസാനത്തെ പദമാണെന്ത്? nth ടേം. ഡിഫറൻസ് ആണെന്ത്? 2. ഈ സംഭവം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് nth ടേം കാണാൻ a പ്ലസ് n-1 ഇൻറ്റു ഡി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയൊക്കെ ആണല്ലേ? ഓക്കെ. ഇനി അടുത്ത ഒരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചോണേ. ഞാൻ ഇത് വായിക്കുകയാണേ. ഇതൊന്നും ഇനി ആവശ്യമില്ലല്ലോ, മുകളിലത്തെ അവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം ഞാൻ ഒന്നും കൂടെ എടുത്തെഴുതുക. എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്? A5 അത് നമുക്ക് ആവശ്യമുണ്ട്. ഡിഫറൻസ് എത്രയാ? 2 അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് nth ടേം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. nth ടേം 15 ആണെന്നും പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറയാണ് nth ടേം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എയും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഡിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയിൽ എത്ര ടേംസ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താ ഇക്വേഷൻ? an is equal to a plus n-1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ നമുക്കറിയാം an എന്ത്? nth ടേം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ nth ടേമിൻ്റെ സ്ഥാനത്ത് 15 ഇട്ട് കൊടുക്കുക. a നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുക്കുക. n അറിയാവോ? ഇല്ല, n ആണ് കണ്ടുപിടിക്കേണ്ട. n-1 ഇൻറ്റു ഡി. ഡിയുടെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. ഓക്കെ ആണേ? ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ പണ്ട് പഴയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമേ നമ്മൾ എന്തോ ചെയ്യും? വരാം. ഈ 5നെ ഇപ്പുറത്തോട്ടം കൊണ്ടുവരാം ഇല്ലേ? അപ്പം 15 പ്ലസ് 5 ഇപ്പുറം വരുമ്പോൾ എന്താവും? -5 ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 2. ഓക്കെ ആണോ? 15 5 കുറച്ചാൽ 10. അപ്പോൾ 10 is equal to n-1 ഇൻറ്റു 2. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഞാൻ ബാക്കി ഇങ്ങോട്ട് എഴുതാം. ശ്രദ്ധിച്ചോ, 10 is equal to n-1 ഇൻറ്റു 2. ഇൻറ്റു 2 അപ്പുറം വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പം n-1 എന്ന് പറയുന്നത് 10. ഈ ഇപ്പുറം കിടന്ന 2 അപ്പുറം പോയപ്പോൾ എന്തായി? ബൈ 2 ആയി. ആണേ? അപ്പോൾ നമുക്ക് എഴുതാം n-1 എന്ന് പറയുന്നത് 10/2 എത്ര? 5. അങ്ങനെയാണെങ്കിൽ n is equal to 5 -1 അപ്പുറം പോകുമ്പം +1. n is equal to 6. n 6 അല്ലേ? നോക്കിയേ, 1 2 3 4 5 6. n 6 കിട്ടിയില്ലേ? കണ്ട, നമുക്ക് ഈ സംഭവം ഉണ്ടെങ്കിൽ ഏതും വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. nth ടേം വേണമെങ്കിൽ കണ്ടുപിടിക്കാം, n എത്ര വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് nth ടേമും കൊടുത്തിട്ടുണ്ട്, n കൊടുത്തിട്ടുണ്ട്. നമുക്ക് a കണ്ടുപിടിക്കണം. അത് നമുക്ക്
വഴിയെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആണല്ലേ, സംശയമൊന്നുമില്ലല്ലേ? വായിക്കുകയാണ്. അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. ഇപ്പം എ കൊടുത്തിട്ടുണ്ട്, ഇപ്പം nth ടേം കൊടുത്തിട്ടുണ്ട്, എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൊടുത്തിട്ടുണ്ട്, ഇതും കൊടുത്തിട്ടുണ്ട്, ഇതും കൊടുത്തിട്ടുണ്ട്. എന്ത് നമുക്ക് ഇത് കാണാം. ഇനിയിപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കാണാം. അപ്പം ഏത് വെച്ചും നമുക്ക് മറ്റേ സംഭവത്തിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈക്വേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയൊക്കെയാണല്ലേ ശ്രേണി. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുവരെ പഠിപ്പിച്ച ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് നമ്മളിപ്പോൾ ചെയ്യും. ബുക്കൊക്കെ എടുത്തല്ലേ? അപ്പം ഞാൻ പറഞ്ഞു n എന്ന് പറയുന്നത് ഏത് വാല്യൂ വേണമെങ്കിലും ആകാം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. n എന്ന് പറയുന്നത് ഏത് വാല്യൂ വേണമെങ്കിലും ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആണ്. അപ്പം ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം നമ്മൾ ഇവിടെ ഇത്രയും അറ്റ് എ ഗ്ലാൻസ് നമ്മൾ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സംഭവങ്ങളിൽ നിന്നുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് the algebraic expression for each of the sequences below. Question എന്താ? Write the algebraic expression for each of the sequences below. അപ്പം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ തരാം. അതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് വായിച്ചേ. ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ച് പഴയ ക്ലാസ്സുകളിൽ ഓൾജിബ്ര എന്ന ചാപ്റ്റർ പഠിച്ചു. ഓൾജിബ്ര എന്ന് വെച്ചാൽ എക്സും വൈയും ഒക്കെ തന്ന ഒരു ഇക്വേഷൻ രൂപത്തിൽ ആക്കുന്നത് ആ ഒരു ഫോമാണില്ലേ ഓൾജിബ്ര. അപ്പം അതൊരു ഇക്വേഷൻ ഇപ്പം നമ്മൾ പഠിച്ചു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10. ഇതെന്തുവാ? ഇതൊരു ഇക്വേഷനാ ഇല്ലേ? അപ്പം നമ്മൾക്ക് നമ്മുടെ അടുത്തും അതേപോലെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ നോക്കി, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണേ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പം എന്താ പറയുന്നത് നോക്കി, ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണണം. അപ്പം ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ സീക്വൻസസ് ബിലോ. അപ്പം ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് പറയുന്നത്. ശ്രദ്ധിച്ചോണേ. അപ്പം ഇനി നമ്മൾ കുറച്ചും കൂടെ അങ്ങ് കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ സം ഓഫ് ദ സീക്വൻസ് ബിലോ എന്നും പറഞ്ഞ് വരും. അപ്പം അതും ഇതും ആയിട്ട് കൺഫ്യൂഷൻ ആവാതിരിക്കണമെങ്കിൽ ഇപ്പം ശ്രദ്ധിക്കുക. എന്താ പറയുന്നത്? സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നമ്മൾക്ക് അറിയാം സീക്വൻസ്, നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ സീക്വൻസിൻ്റെ ഒരു ഇക്വേഷൻ? എന്തോ an is equal to a plus n minus 1 into d. ഇതാണെന്ത് ഇല്ലേ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പം ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്പ്രഷൻ കാണുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാ? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാ? ഒറ്റ സംഖ്യ. അപ്പം ഒറ്റ സംഖ്യകളുടെ ശ്രേണി എഴുതണം. അപ്പോൾ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് നമുക്ക് ആദ്യമേ എഴുതണം. അപ്പോൾ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ശ്രദ്ധിച്ചേ, ഓഡ് നമ്പേഴ്സിൻ്റെ ശ്രേണി. അപ്പോൾ നമുക്ക് ആദ്യമേ ഓഡ് നമ്പേഴ്സിൻ്റെ ശ്രേണി എഴുതാം. ഏതൊക്കെയാ? 1 ഓഡ് നമ്പർ അല്ലേ? അടുത്ത ഓഡ് നമ്പർ 3, അടുത്ത ഓഡ് നമ്പർ 5, അടുത്ത ഓഡ് നമ്പർ 7, അടുത്ത ഓഡ് നമ്പർ 11, അങ്ങനെ പൊക്കോണ്ടിരിക്കുക ഇല്ലേ ഓഡ് നമ്പേഴ്സ്. അപ്പം ഇതിൻ്റെ സീക്വൻസ് ഇതാണ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. നമ്മളിപ്പോൾ എഴുതി വെച്ചതാണ് എന്ത്? ഓഡ് നമ്പറിൻ്റെ സീക്വൻസ്. സംശയം ഉണ്ടാ? 1, 3, 5, 7, 11, 13, 15, 17 അങ്ങനെ പൊക്കോണ്ടിരിക്കും. അതല്ലേ ഓഡ് നമ്പേഴ്സ്.
അപ്പം ഇതിൻ്റെ സീക്വൻസ്, ഇതിനെ നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, ഇതിൻ്റെ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് കണക്കാക്കണം. ശ്രദ്ധിച്ചേ, നമുക്കറിയാം ഈ 1 എന്ന് വെച്ചാൽ എന്തുവാ, ഫസ്റ്റ് ടേമാണ്. ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എ. അപ്പം എ ആണെന്ത്, 1. അപ്പം നമുക്കറിയാം nth ടേം നമുക്കറിയാവോ? ഇല്ല, എന്നെ അറിഞ്ഞൂടാ. അറിയാമെങ്കിൽ നമുക്ക് ആ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കാം. എ എന്ന് വെച്ചാൽ എന്തുവാ, ഫസ്റ്റ് ടേം നമുക്കറിയാവോ? അറിയാം. എത്രയാ, 1 പ്ലസ് n-1 നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസ് ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാവോ? ഇല്ല. 11 അങ്ങനെ പൊക്കോണ്ടിരിക്കുക, അപ് ടു ഇൻഫിനിറ്റി വരെ പൊക്കോണ്ടിരിക്കുക. നമുക്കറിയത്തില്ല n എത്ര ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അവിടെ n-ന്റെ സ്ഥാനത്ത് n എന്നങ്ങ് കൊടുക്കാം. -1 ഇൻറ്റു ഡിഫറൻസ് എത്രയാ, 3 - 1 എത്ര, 2. 5 - 3 എത്ര, 2. അപ്പോൾ ഡിഫറൻസ് എത്ര, 2 അല്ലേ? കണ്ട, ഇനി ഒരു സിമ്പിൾ ഒരു മൈന്യൂട്ട് പരിപാടിയും കൂടെ ചെയ്താൽ നമ്മളെ സീക്വൻസ് ആവും, അല്ല എക്സ്പ്രഷൻ ആവും. അപ്പോൾ an = 1 + 2 × n എത്ര, 2n - 2 1s are 2. മനസ്സിലാവുന്നുണ്ടോ? 2 × n 2n - 2 1s are 2. അപ്പോൾ നമുക്ക് എഴുതാം nth ടേം an = 1 നിൽക്കേ 2n 1 - 2 എത്ര, -1. 1 - 2 - 1. അപ്പം ഇതും കൂടെ വെച്ച് ആരും കൂട്ടി വെക്കരുത്. 1 + 2n 3n 3n - 2n 1n എന്നും പറഞ്ഞ് എഴുതി വെക്കലും. ഇതെന്താണ്, ഇതൊരു വേരിയബിൾ ആണ്, ഇത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ വേരിയബിളും കോൺസ്റ്റൻസും തമ്മിൽ കൂട്ടിക്കലർത്താൻ പാടില്ല. വേരിയബിളിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, കോൺസ്റ്റന്റ് എല്ലാവരും കൂടെ കൂടിക്കലർന്നേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്, 1ഉം -2ഉം. അപ്പോൾ 1ഉം -2ഉം പ്ലസും 1ഉം -2ഉം. നോക്ക്, 1 - 2 എത്ര, -1. പിന്നെ അറിയാത്ത ആരും ഇല്ലല്ലേ, 1 - 2 -1. അപ്പം an = 2n - 1. ഇതാണ് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇതിനെ എന്തുകൊണ്ടാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് n-ന് വാല്യൂ ഇടുന്തോറും നമുക്ക് സീക്വൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, n-ന് പകരം 1 ഇട്ടുക. അപ്പോൾ 2 × n-ന് പകരം 1 ഇട്ട് -1 2 1s are 2 -1 2 - 1 എത്ര, 1. കണ്ട, a1 എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര, ഫസ്റ്റ് ടേം 1 കിട്ടി, n-ന് വാല്യൂ ഇട്ട് കൊടുത്തപ്പം. ഇനി n-ന് 2 ഇട്ട് കൊടുക്കുക. 2 × n-ന് പകരം 2 -1 2 2s are 4 4 - 1 എത്ര, 3. സെക്കൻഡ് ടേം കിട്ടിയ a2. അതേ കണക്ക് n-ന് 3 ഇട്ട് കൊടുക്കുമ്പോൾ a3 കിട്ടും, n-ന് 4 ഇട്ട് കൊടുക്കുമ്പോൾ a4 കിട്ടും, n-ന് 5 കിട്ടുമ്പം a5 കിട്ടും. n-ന് 100 ഇവിടെ ഇട്ട് കൊടുത്താൽ 100ാമത്തെ ടേം കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സംഭവം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായല്ലേ? ഇനി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതാ സംഭവം. അതായത് നമ്മളെ പഠിച്ച ഇക്വേഷൻ, ഏതാ ഇക്വേഷൻ, an = a + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷനിൽ ഉള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ n-ന് വാല്യൂ ഉണ്ടെങ്കിലും നമ്മൾ n-ന്റെ സ്ഥലത്ത് വാല്യൂ ഇട്ട് കൊടുക്കില്ല. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ n-ന് വാല്യൂ ഇട്ട് കൊടുക്കില്ല, ബാക്കി എല്ലാത്തിനും വാല്യൂ ഇട്ട് കൊടുക്കും. n-ന് നമ്മളെ കൊന്നാലും n-ന് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കാൻ പാടില്ല. അതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻ, n-ന് വാല്യൂ ഇട്ട് കൊടുക്കരുതേ. ഓക്കെ ആണല്ലേ? റബ്ബിയാണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം, അത് നിങ്ങളെ ചെയ്യണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ പറയുന്ന സംഭവങ്ങളൊക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. The sequence of natural numbers ending in 1. എന്താണ് ക്വസ്റ്റ്യൻ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഒന്നിൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ്, എന്ന് വെച്ചാൽ അവസാനത്തെ നമ്പർ എന്തായിരിക്കണം?
നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ 1 2 3 4 5 6 7 8 9 10 അങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എത്രയാ? 1 ആണ്. ആ നമ്പർ തുടങ്ങുന്നതും 1-ലാണ്, എൻഡ് ചെയ്യുന്നതും 1-ലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സീക്വൻസ് എഴുതുവാണ്. ആദ്യത്തെ നാച്ചുറൽ നമ്പർ 1. അടുത്ത നാച്ചുറൽ നമ്പർ 2 എൻഡ് ചെയ്യുന്ന 1-ലാണോ? 3 എൻഡ് ചെയ്യുന്ന 1-ലാണോ? 4 എൻഡ് ചെയ്യുന്ന 1-ലാണോ? 5 6 7 8 9 ഇതൊക്കെ എൻഡ് ചെയ്യുന്ന 1-ലാണോ? അല്ല. 10 നോക്കിയേ, 10 തുടങ്ങുന്നത് 1-ലാ, പക്ഷെ എൻഡ് ചെയ്യുന്നത് ഏതിലാ? 0-ലാ. അടുത്ത 11 എൻഡ് ചെയ്യുന്ന 1-ലല്ലേ? കാരണം തുടങ്ങുന്നത് 1-ലാ, എൻഡ് ചെയ്യുന്ന 1-ലാണ്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന എൻഡിങ് ഇൻ 1-ന്റെ സീക്വൻസ്. അപ്പം എൻഡ് ചെയ്യുന്ന 1-ലാ. അപ്പം അത് 11 ആണ് അടുത്ത നാച്ചുറൽ നമ്പേഴ്സ്. അടുത്ത 12 13 14 15 16 17 18 19 20 21 എൻഡ് ചെയ്യുന്ന 1-ലല്ലേ? പിന്നെ അടുത്ത ഏതാ വരുന്ന? 31 41 എക്സെട്ര. ഇതാണ് നമ്മുടെ ശ്രേണി. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കാണാമല്ലോ. 11 - 1 10, 21 - 11 10, 31 - 21 10, 41 - 31. ഡിഫറൻസ് എത്ര? 10. ഇനി അടുത്ത എ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം എത്ര? ഫസ്റ്റ് ടേം 1. നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ സുഖമായിട്ട് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? an = a + n - 1 × d. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് n-ന് വാല്യൂ ഇട്ട് കൊടുക്കാൻ പാടില്ല. an = a എന്ന് വെച്ചാൽ എത്ര? 1 പ്ലസ് n-ന് വാല്യൂ ഇടാൻ പാടില്ല 1 × d. ഡിഫറൻസ് എത്ര? 10. 1 പ്ലസ് 10 × n 10n മൈനസ് 10 1s are 10, 10n 1 - 10 -9. അപ്പോൾ ഇതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ. മനസ്സിലായ? നോക്കിയേ, n-ന് 1 ഇട്ട് കൊടുത്താൽ 10 × 1 10, 10 - 9 1. കണ്ട? n-ന് 2 ഇട്ട് കൊടുത്താൽ സെക്കൻഡ് ടേം, 3 ഇട്ട് കൊടുത്താൽ തേർഡ് ടേം, n-ന് 100 ഇട്ട് കൊടുത്താൽ 100th ടേം കിട്ടും. അപ്പോൾ ഇതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ ഗിവൺ സീക്വൻസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നോക്ക്, സംശയം വല്ലതും ഉണ്ടെങ്കിൽ നോക്ക്. സംശയം ഉണ്ടെങ്കിൽ ഒന്നും തോന്നില്ല, പ്ലീസ് ഫ്രീ, യു ക്യാൻ ആസ്ക് മീ എനി ടൈം. എൻ്റെ നമ്പർ എല്ലാവരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മൾ സാറിൻ്റെ അടുത്ത് കൊടുത്താൽ മതി, സാർ എനിക്ക് ക്വസ്റ്റ്യൻ അയച്ചു തരും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് എല്ലാവരും സ്വന്തമായിട്ട് ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും കറക്റ്റായിരുന്നു, എല്ലാം കറക്റ്റായിരുന്നു. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇന്ന് തരുന്ന ഹോംവർക്കാണ് ജബേ ഡിക്കി. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇതിൻ്റെ 2 ഹോംവർക്ക് ഞാൻ തരാം, നോക്കൂ. അപ്പോൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ട സംഭവമാണ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. ഹോംവർക്കാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് which leave remainder 1 on division by 3. ഇത് രണ്ടുമാണ് സെയിം പ്രൊസീജിയർ, സിമ്പിൾ ആണ്. എഴുതിയെടുക്കുക.
അതിന്റെ മുഴുവൻ പോരാട്ടം. ഹലോ, അപ്പം അടുത്തത് question number check whether each of the sequences given below is an arithmetic sequence. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഏതാ, നമ്പർ തന്നിട്ട് അത് സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് നമ്പർ തരുന്നില്ല, അല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് തരുന്നത്, എന്നിട്ട് അത് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമ്മൾ പറയണം. ഓക്കെ, ഞാൻ പറയാം, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അത് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചത്. ഇപ്പം അതേ ക്വസ്റ്റ്യൻ ആണ് എന്താ, സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമ്മൾ കാണണം. പക്ഷേ നമ്പർ അല്ല തരുന്ന, പകരം ഇങ്ങനെയാണ് തരുന്ന, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇത് അരിത്തമാറ്റിക് സീക്വൻസിലാണോ അല്ലയോ എന്നാണ് കാണേണ്ടത്. നോക്കിയേ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഏതാ സീക്വൻസ് നമുക്കറിയാം, ഓഡ് നമ്പേഴ്സ് 1 3 5 7 9 11 എക്സെട്ര. അപ്പം ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? 3 - 1 2, 5 - 3 2, 7 - 5 2, 9 - 7 2. കോമൺ ഡിഫറൻസ് സെയിം അല്ലേ? അപ്പോൾ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലേ? ഇതേ കണക്ക് റീസൺ എഴുതി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അപ്പം ക്വസ്റ്റ്യൻ അത് തന്നെ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇട്ട ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ ഫോളോയിങ് സീക്വൻസസ് ആർ അരിത്തമാറ്റിക് സീക്വൻസ്. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ, ആ ശ്രേണിയെല്ലാം അരിത്തമാറ്റിക് സീക്വൻസിലാണോ സമാന്തര ശ്രേണിയിൽ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റസംഖ്യകളുടെ ശ്രേണി. അപ്പോൾ നമുക്ക് പറയാം ഒറ്റസംഖ്യകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, ഇതിൻ്റെ എല്ലാം പൊതുവ്യത്യാസം സെയിം ആണ്, ആയതിനാൽ ഈ ശ്രേണി സമാന്തര ശ്രേണിയാണ്, അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അടുത്തത് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ ആണ്, ചെയ്യണേ. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ? ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് അറിയാല്ല, ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, sequence of powers of 2. 2 ന്റെ പവേഴ്സ് ഏതൊക്കെയാ? 2 raised to 2, 2 raised to 3, 2 raised to 4. ഇതൊക്കെയാണ് 2 ന്റെ പവേഴ്സ് ആണേ. ഇത് സീക്വൻസ് ആണോ നോക്കിയേ. 2 raised to 2 എന്ന് വെച്ചാൽ 4, 2 raised to 3 എന്ന് വെച്ചാൽ 2 × 2 × 2 8, 2 × 2 × 2 × 2 × 2 8. അപ്പോൾ 8 2s are 16. അപ്പോൾ ഇതാണ് എന്ത്, സീക്വൻസ്. നോക്കിയേ, 4 - 2 2, 8 - 4 4, 16 - 8 8. അപ്പോൾ സീക്വൻസ് ആണോ? അല്ല. കോമൺ ഡിഫറൻസ് സെയിം ആണോ? അല്ല. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പം രണ്ട് ഇതേ ഉള്ളൂ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും വരാം. ചിലപ്പോൾ നമ്പേഴ്സ് മാത്രം തന്നിട്ട് അത് സമാന്തര ശ്രേണിയിലാണോ അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ തരാം,
എങ്ങനെ തരാം? ഇതേ കണക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാം അത് അരിത്തമാറ്റിക് സീക്വൻസിലാണോ സമാന്തര ശ്രേണിയിലാണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് തരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. എങ്ങനെയൊക്കെ വരാം? ചിലപ്പം എങ്ങനെ തരും? ഇങ്ങനെ ഒരു ശ്രേണി തന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ശ്രേണി തരും, സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5 അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് റീസൺ കൊടുക്കാൻ പറയും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതുവരെ എന്തൊക്കെ പറഞ്ഞെന്ന് നോക്കിയേ. എ എന്താന്ന് പറഞ്ഞു, ഡി എന്താന്ന് പറഞ്ഞു, എൻ എന്താന്ന് പറഞ്ഞു, എൻ ഏതാന്ന് പറഞ്ഞു, ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഏതാന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നിന്ന് ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ട്, ചെയ്യാം. അപ്പോൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതേ കണക്ക് തന്നെ an is equal to a plus n minus 1 into d. ഇത് വെച്ച് an കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, a കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, d കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, n കാണുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. അപ്പം ഇത്രേ ഉള്ളൂ സംഭവം. അപ്പം ഒരു രണ്ട് ആക്ടിവിറ്റിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 ആക്ടിവിറ്റിയിലെയും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് സംഭവം എന്തോ പറയുന്നത് ഒരു സമ്മറി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴാണ് അരിത്തമാറ്റിക് സീക്വൻസ് ആവുന്നത്, അരിത്തമാറ്റിക് സീക്വൻസ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, ഈ ഇക്വേഷൻ വെച്ച് എങ്ങനെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം, ഇങ്ങനെ നമ്പറായിട്ട് വരുമ്പോഴും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോഴും നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് ആവണമെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചു. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലേ? ഒന്നുപോലെ ആലോചിച്ചേ, വല്ല സംശയം ഉണ്ടോ ഇതുവരെയിലും? അപ്പം കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ തല പുണ്ണാക്കുന്നില്ല. അപ്പം കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്കും അത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ബോറായിരിക്കും. അപ്പം നമ്മളിപ്പം പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു. ഇപ്പം നമ്മൾ പാർട്ട് 2 ഏത് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഇനിയുണ്ട് 7-8 പാർട്ടുണ്ട്. അപ്പം 2 പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഈ 2 പാർട്ടും വൃത്തിയായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നിന്ന് 10 മുതൽ 12 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാര്യം അറിഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വൃത്തിയായിട്ട് പഠിക്കുക. വൃത്തിയായിട്ട് പഠിച്ചില്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചാപ്റ്റർ സിമ്പിളാണ്, കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ എളുപ്പവുമാണ്. അപ്പം പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് നോക്കിയിട്ട് ചോദിക്കുക. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.